ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ഇആർപിയിൽ ഒരു പേയ്മെന്റ് എൻട്രി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മിസലേനിയസ് എക്സ്പെൻസ്, ടെലിഫോൺ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, പിന്നെ നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ്, അങ്ങനെ ഏതൊരു പേയ്മെന്റ്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് വരിക. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പേയ്മെന്റിൽ പോയാൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേയ്മെന്റ്സും നമുക്ക് ലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്കിത് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവ്യൂ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ലിസ്റ്റിലുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡാറ്റാസ് ഫിൽറ്റർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ ഡാറ്റ എന്നുള്ള ഓപ്ഷനും കാണാം. ഇനി നമുക്ക് പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ന്യൂവിൽ പോവുക. ഇവിടെ പേയ്മെന്റ് ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലെഡ്ജർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുതിയൊരു ലെഡ്ജർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു ലെഡ്ജറും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ എക്സ്പെൻസ് എന്നുള്ള 2 ലെഡ്ജറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമൗണ്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയാൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡോക്യുമെന്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സും കൊടുക്കാം. അതിനുശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെന്റ് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് റിപ്പോർട്ട്സിൽ എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റിപ്പോർട്ട്സിൽ പോവാം. നമുക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് പേയ്മെന്റ് സമ്മറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ഡാറ്റാസ് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പീരീഡ് വെച്ചിട്ടോ ക്രെഡിറ്റ് അക്കൗണ്ട് വെച്ചിട്ടോ സപ്ലയറിന്റെ നെയിം വെച്ചിട്ടോ അക്കൗണ്ട്സ് ഗ്രൂപ്പ് വെച്ചിട്ടോ ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ഇവിടെ ഓൾ എന്നുള്ള ഒരു പീരീഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇത്രയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേയ്മെന്റ്സും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇത്രയാണ് പേയ്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ പറയാനുള്ളത്.